എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ല പ്രോഗ്രാമുകളെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ലഡുവൊക്കെ കഴിക്കുമ്പോൾ അതിനെ ഉള്ളിലൊരു കല്ല് കെട്ടി അങ്ങനെ ഇരിക്കും. അപ്പോൾ ആ കല്ലായിട്ട് തന്നെ കൂട്ടിയാൽ മതി, ലഡുവായിട്ട് കൂട്ടണ്ട. അപ്പം ഒരു കോമഡി പറയണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനവിടെ കയറി നിൽക്കുന്നത്. പലരുടെയും മുഖത്തൊക്കെ തോന്നി ഈ പുള്ളി ഒരു ഷോക്ക് അടിച്ചാൽ പോലും ചിരിക്കാത്ത വ്യക്തി എന്ത് കോമഡി പറയാനാണ് അവിടെ കയറി നിൽക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഏതോ ഒരു മഹാൻ പറഞ്ഞു, ഈ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്, ഒരു പ്രാവശ്യം ചിരിക്കുമ്പം ആയുസ് 1 മണിക്കൂർ കൂടുമെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആയുസ് 1 വർഷമെങ്കിലും കൂട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചേച്ചി അവിടെ നിന്ന് എണ്ണി നോക്കി. അപ്പോൾ ഞാൻ 1 വർഷം കൂട്ടണമെങ്കിൽ എത്ര പ്രാവശ്യം ചിരിക്കേണ്ടി വരുമെന്ന്. ചേച്ചി അങ്ങ് വിട്ടു തിരിച്ചോ, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് തിരിച്ചോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോമഡി പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന ആഗ്രഹം ഭാര്യയോട് പറഞ്ഞപ്പം ഭാര്യ പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യ, എനിക്ക് ആ പള്ളിയിൽ ചേച്ചിമാരുടെയും പിള്ളേരുടെ ഇടയിലൊക്കെ ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ദൈവത്തെക്കുറിച്ച് അത് കളയരുതട്ടോ എന്ന് പറഞ്ഞു. അതങ്ങനെയായി. പിന്നെ ഇനി മൂത്ത മോളാണല്ലോ മൂത്തത്, മോളോടത് അഭിപ്രായം ചോദിക്കാമെന്ന് വെച്ചാൽ മോളോട് ചോദിച്ചു. എവിടെ പ്രോഗ്രാം നടന്നാലും ഇതുപോലത്തെ ഓരോ ഇഷ്ടമായിട്ട് കാരണവർ ഇറങ്ങിക്കോളും. കാരണവരാണ് അത്ര കാരണവർ. എങ്ങനെയുണ്ട് എന്നാൽ ഞാൻ മോനോട് ചോദിക്കാമെന്ന് ചോദിച്ചു. എടാ മോനെ, അപ്പനിങ്ങനൊരു ആഗ്രഹമുണ്ട്, എന്താ വേണ്ടേ? അപ്പം പോയി തകർത്തപ്പോൾ നമുക്ക് വന്നോടത്ത് വെച്ച് കാണാം. അപ്പം അവൻ്റെ ആ ഒരൊറ്റ വാക്കിൻ്റെ ബലത്തിലാണ് ഞാനിന്ന് തട്ട കയറിയേക്കണത്. പുണ്യാളെ അഭിനയിച്ചേക്കണേ. ഈ കോമഡിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്ന് വെച്ചാൽ ഇത് കോമഡി ഏറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ട്രാജഡി ആയി പോകും. അപ്പോൾ ഇത് ട്രാജഡി ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ഒന്ന് മനഃപൂർവ്വം ശ്രമിക്കുക. പിന്നെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നിയമപ്രകാരമായിട്ടുള്ളൊരു മുന്നറിയിപ്പുണ്ട്. ഇതിലാരുടെയെങ്കിലും പേരുകളോ നാമങ്ങളോ ആരെങ്കിലും പേരായിട്ട് സാമ്യമൊക്കെ തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികമല്ല, മനഃപൂർവ്വമായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അതിനോട് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പരിഹരിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും അവരവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് അതിന് ഞാനോ എൻ്റെ കുടുംബമോ ഉത്തരവാദിയല്ല. അങ്ങനെ കോമഡി പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ നമുക്കൊരു ഗുരു വേണം. അപ്പോൾ കോമഡി പഠിക്കണം ആഗ്രഹമായിട്ടൊരു ഗുരുവിനെ ഞാൻ തപ്പി. അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തി. അങ്ങനെ ആഗ്രഹവുമായിട്ട് ഗുരുവിൻ്റെ വീട്ടിൽ ചെന്നു. ആ ഗുരുവിൻ്റെ പേര് നമ്മുടെ നിമിഷ ബേസിൽ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ തന്നെ ഗുരു ഒന്ന് എന്നെ അടിമുടി ഒന്ന് നോക്കി. എന്നോട് പറഞ്ഞു, ദക്ഷിണ കൊണ്ടുണ്ടെന്ന് ചോദിച്ചു. ആ ചോദ്യം തന്നെ എനിക്കതിനെ പിടിച്ചില്ല. പിന്നെ നമ്മളൊരു ബസ് ഡ്രൈവറാണല്ലോ, നമ്മുടെ കയ്യിൽ എന്തുണ്ടാവാനാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ക്യാഷ് ടിക്കറ്റൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ആൾക്കാർ ബാക്കി വാങ്ങാതൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും. ഇപ്പം അതുമില്ല. പിന്നെ ഞാൻ എന്നെ സരസ്വതി കീർത്തനവും ഭരണിപ്പാട്ടൊക്കെ പാടാൻ പഠിപ്പിച്ച കൂട്ടുകാരൻ മനസ്സിൽ ധ്യാനിച്ച് കണ്ണ് പൊട്ടുന്ന രീതിയിൽ 4 കൂടെ പറഞ്ഞു. കേട്ട പാടെ ബേസിൽ ചെവി പൊത്തി. അജാതി പറച്ചായിരുന്നു പറഞ്ഞത്. നിമിഷ ഫ്ലാറ്റായി. നിമിഷം പറഞ്ഞു, ചേട്ടാ അപമാനിക്കരുത്, ഞാൻ പഠിപ്പിച്ചോളാം. പിന്നെ 2 കണ്ടീഷനുണ്ട്. ഓ ആയിക്കോട്ടെ. എന്തൊക്കെ കണ്ടീഷൻ? ഒന്ന്, പള്ളിക്കാരെ പറ്റി ഒന്നും പറയരുത്. അതൊക്കെ ഭയങ്കര ഫ്രജൈൽ ക്യാരക്ടേഴ്സാണ്. ഓ, എൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകൻ മോശമായതുകൊണ്ടാണോ അത് ഞാൻ ക്ലാസ്സിൽ മോശമായതുകൊണ്ടാണോ എനിക്ക് അർത്ഥം മനസ്സിലായില്ല. അപ്പം ഞാൻ നിമിഷോട് ചോദിച്ചു, നിമിഷ, നമുക്ക് ഈ ടെസ്കോറിൽ ഇടില്ല പോയാൽ 10-80 പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്യാരറ്റ് കിട്ടൂലേ? ഈ ഫ്രജൈലിൻ്റെ ക്യാരറ്റുകൾ വാങ്ങണോ? അപ്പം നിമിഷയ്ക്ക് മനസ്സിലായി അയച്ചേട്ടൻ്റെ ഇംഗ്ലീഷിലുള്ള സ്റ്റാൻഡേർഡ്. നിമിഷം പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ലോല ഹൃദയരാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓ അതാണോ? അത് കുഴപ്പമില്ല, അത് ഞാൻ ഏറ്റു. രണ്ടാമത് പറഞ്ഞത്, ചേട്ടൻ എന്നെ ഇടയ്ക്കൊന്ന് പൊക്കി പറയണം. അല്ല നിമിഷ, അതെന്താ ഇടയ്ക്ക് പൊക്കി പറയണം? നിമിഷയ്ക്ക് നല്ല പേരാണല്ലോ, നിമിഷ ഇങ്ങനെ ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്, കഥ എഴുതാറുണ്ട്. ഓ ചേട്ടാ, ഇതൊന്നും പഴയതുപോലെ പേക്കണില്ല. പണ്ടൊക്കെ ഞാനൊരു കഥ എഴുതി കഴിഞ്ഞാൽ ഭയങ്കര റീച്ചായിരുന്നു. ഞാൻ പള്ളി ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ ഓടി വരും, അത് വായിക്കാൻ തരാമെന്ന് ചോദിച്ച്. ഇപ്പോൾ ഇതൊന്നുമില്ല. അപ്പോൾ ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ അങ്ങനെ സമ്മതിച്ചു. എന്തോ ആവട്ടെ, നമ്മുടെ നിമിഷമല്ലേ, പാവ കൊച്ചാട്ടോ.
അങ്ങനെ അവിടുന്ന് നിമിഷയുടെ പഠിപ്പിക്കലെല്ലാം ആരംഭിച്ചു. അങ്ങനെ ബാലപാഠം മുതൽ നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ എല്ലാ ഭാഗങ്ങളും പഠിച്ചു. പഠനമെല്ലാം കഴിഞ്ഞപ്പം കോമഡിയുടെ ആദ്യാക്ഷരം പഠിപ്പിച്ച ഗുരുവിൻ്റെ കണ്ണിൽ ഒരു പൊടി മുളക് പൊടി വാരിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഞാൻ ആ മുളക് പൊടി വാരിയിട്ട കാര്യത്തിൽ ബേസിലിനോടൊരു ദേഷ്യമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ വാരിയിട്ടിപ്പോൾ ബേസിൽ പറഞ്ഞതാണ് എൻ്റെ അറിവ്. ഞാൻ ഈ വാരിയിട്ടിപ്പോൾ അത് കാശ്മീരി ചില്ലി ആയിപ്പോയി. അപ്പോൾ ബേസിൽ പറഞ്ഞു, ചേട്ടാ നല്ല മുളക് പൊടി അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു, എന്തിനാ കാശ്മീരി ചില്ലി ഇട്ട എന്തിനാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ബേസിലെ ക്ഷമിക്കണം, അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല മുളക് പൊടി ആയിക്കോട്ടെ, ഞാൻ ചെയ്യാം. അങ്ങനെ നിമിഷയുടെ ആ ഒരു ശിഷ്യത്തൊക്കെ സ്വീകരിച്ച്. അപ്പോൾ പള്ളിക്കാരെ പറ്റി പറയാൻ പാടില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പം എന്നെ പറ്റി അങ്ങ് പറഞ്ഞേക്കാം. പിന്നെ ഞാൻ ഈ ശ്രീനിവാസൻ്റെ ഒരു ലൈനാണ്, നമ്മുടെ മരിച്ചുപോയ മലയാളത്തിൻ്റെ അതുല്യ കലാപ്രതിഭ ശ്രീനിവാസൻ. ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, അറിയാമോ? ഞാൻ അങ്ങനെ ഈ ബന്ധങ്ങളും പറഞ്ഞിട്ട് നടക്കാറില്ല. നമ്മൾ വലിയ ഗുണാണ്ടറാന്നൊക്കെ വിചാരിക്കും. നമ്മളങ്ങനെ ഒരു സാധാ മനുഷ്യൻ. ഈ ഞാനും പുള്ളിയും ഈ സിനിമാ ഫീൽഡിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പലർക്കും അറിയില്ലായിരിക്കും അത്. അതായത് ഈ പുള്ളി സിനിമ പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അപ്പം ഞാനും ഇതേ ആഗ്രഹമായിട്ട് നേരെ പോയി ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. പുള്ളി സിനിമ എല്ലാം പഠിച്ച് സിനിമ ഫീൽഡിൽ ഒരു തിരക്കഥ, സംഭാഷണം, അഭിനയം ആ ഫീൽഡിലോട്ട് പോയി സിനിമകൾക്ക് വേണ്ട സംഭാവനകളൊക്കെ ചെയ്തു. ഞാൻ ഇതേ സിനിമകളെല്ലാം കയ്യിലെ കാശ് മുടക്കി കണ്ട് അതിനെപ്പറ്റി കുറ്റം പറഞ്ഞ് ഞാനും ആ ഫീൽഡിൽ വളർന്നു. അങ്ങനെ പുള്ളിയും വളർന്നു, ഞാനും വളർന്നു. ഒരിക്കൽ എന്നോട് ചോദിച്ചു, അജി നിനക്ക് ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പൊന്ന് ശ്രീനേട്ട, ഈ അഭിനയിക്കണമെങ്കിൽ മുഖത്ത് ഭാവം വരണം. എൻ്റെ മുഖത്താണെങ്കിൽ ആകെ ഒരു ഭാവേ വരുള്ളൂ, അതാണെങ്കിൽ ദേഷ്യഭാവമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് വേണ്ട, ദേഷ്യഭാവമുള്ള ആൾക്കാർ ഒരുപാട് സിനിമ ഫീൽഡിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഭിനയം മതിയാക്കി. അപ്പം ഞാൻ എന്നെ തന്നെ പറയാം എന്ന് വിചാരിച്ചു. റിയ അവിടെ നിന്ന് നോക്കണ്ട്. റിയ എന്നോട് ചേട്ടാ 7 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, ഇപ്പം തന്നെ 4 മിനിറ്റ് ആയി. റിയ ഞാൻ തീർത്തോട്ടോ, സമയത്ത് ഞാൻ തീർത്തോട്ടോ, പിടിക്കണ്ട. അപ്പം ഞാൻ ജനിച്ചു വളർന്നത് ഈ അങ്കമാലിക്ക് അടുത്ത് നായത്തോട് എന്നൊരു ഗ്രാമത്തിലാണ്. ഗ്രാമമൊക്കെ പണ്ടോട്ടെ, ഇപ്പം നായത്തോട് സിറ്റി ആണ് ഇപ്പം. കാര്യം നിങ്ങൾ UK കാനഡയിലായാലും അമേരിക്കയിലായാലും നിങ്ങൾക്ക് ഫ്ലൈറ്റ് കയറണമെങ്കിൽ ഈ നായത്തോട് വരണം, അല്ലാതെ നടക്കൂല. ഈ നായത്തോടിനെ പറ്റി പറയുവാണെങ്കിൽ അവിടെ 2 പ്രമുഖ വ്യക്തികൾ ജനിച്ചിട്ടുള്ള സ്ഥലമാണ്. ഒന്ന് മഹാകവി G. ശങ്കരക്കുറുപ്പ്, അറിയാലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ. 2 വളരെ ജ്ഞാനി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അജി പോള്. ഇങ്ങനെ ഈ 2 വ്യക്തികളുടെ ജന്മം കൊണ്ട് വളരെ എന്താ പറയുക, ഒത്തിരി സമ്പുഷ്ടമായ ഒരു നാടാണ് ഈ നായത്തോട്. ഇനി ഞങ്ങളുടെ ഭാഷയെപ്പറ്റി പറയുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്നത് മധ്യ കേരളത്തിലാണ്. അതായത് നമ്മുടെ ഒരു എറണാകുളം ജില്ല, അതിൽ തന്നെ ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്നതാണ് ഞങ്ങൾ അങ്കമാലിക്കാർ, അല്ലേ? പിന്നെ ഭക്ഷണം. ഈ അടുത്തിടയ്ക്ക് എനിക്ക് തോന്നുന്നു 2025 ഏപ്രിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ കേരള അസംബ്ലിയിലൊരു അങ്കമാലിനെ പറ്റി ഒരു ഓർഡിനൻസ് പാസ്സാക്കി. അന്ന് അറിഞ്ഞായിരുന്നു നിങ്ങൾ? അറിഞ്ഞില്ല? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ശ്ലോകം അറിയാലോ, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ, അങ്കമാലി എന്ന് കേട്ടാൽ നാവുകളിൽ വെള്ളമൂറണം. അതിപ്പോൾ കൂട്ടിച്ചേർത്താണ്, ബയ്യർക്ക് കൂട്ടിച്ചേർത്തതാ. എന്താ കാര്യമെന്നോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മലയാളി ലോകത്തിൻ്റെ ഏത് രാജ്യത്തായിക്കോട്ടെ, UK, കാനഡ, അമേരിക്ക എവിടെ ആയാലും മലയാളി ഉണ്ടോ? അവിടെ അങ്കമാലി മാങ്ങാക്കറി ഉണ്ട്, ഇല്ലേ? നസ്രാണി ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടോ? അവിടെ അങ്കമാലി പോർക്കുണ്ട്. ഗ്ലാസുകൾ എവിടെ കൂട്ടിമുട്ടുണ്ടോ? അവിടെ അങ്കമാലി സർലാസ് ഉണ്ട്. പോരെ, ഇത്രയും പോരെ അങ്കമാലിക്കാരെ പറ്റി പറയാനായിട്ട്. ആ അങ്കമാലിയുടെ തൊട്ടടുത്ത നായത്തോട് വളരെ അഭിമാനമായിട്ട് ജനിച്ച വ്യക്തിയാണ് ഞാൻ പറഞ്ഞ കാട് കയറി പോകാൻ കേട്ടോ, ക്ഷമിക്കണം. അപ്പം ഞാൻ എന്നെ പറ്റി പറയാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളെപ്പോലെ വളരെ ബുദ്ധിമാനായ വ്യക്തിയായിരുന്നു, പക്ഷെ പഠിക്കാൻ അത്ര പോരായിരുന്നു, എന്തോ എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ ഉന്തി ഉരുട്ടി അങ്ങനെ പ്രീ ഡിഗ്രി അങ്ങോട്ട് കിടന്ന് കൂടി എന്താവട്ടെ. നമ്മുടെ ഈ യൂസഫൈനെ പോലെയൊക്കെ ലോകം അറിയപ്പെടുന്ന ഒരു നല്ലൊരു ബിസിനസ്സുകാരനാവണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. ആ ആഗ്രഹത്തോടുകൂടി ഞാനൊരു ബിസിനസ് തുടങ്ങി. 1 വർഷം കഴിഞ്ഞു. അപ്പം ലോകം അറിയപ്പെട്ടില്ലെങ്കിലും നാട്ടുകാരറിഞ്ഞു ഈ പുള്ളിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ളത്. എന്തായാലും ബിസിനസ്സൊക്കെ അങ്ങനെ
ചെറിയ രീതിയിൽ മുമ്പോട്ട് പോയി. ഒരു മിനിറ്റ് കേട്ടോ. നിമിഷ ബേസിൽ ഇടയ്ക്ക് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കൊച്ചാണ്, ചാത്തമറ്റംകാരത്തിയാണ്, അവരുടെ കണ്ണിൽ ഉണ്ണിയാണ്. പോരെ നിമിഷം, അത് പോരെ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് പിന്നെ തുടങ്ങാം. അപ്പോൾ അങ്ങനെ ബിസിനസ്സൊക്കെ വലിയ തിരക്കേടില്ലാത്ത രീതിയിലൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാർന്നൂരനോട് പറഞ്ഞു, മോനെ കല്യാണം കഴിക്കുന്ന പ്രായമൊക്കെ ആയി, അപ്പോൾ നമുക്ക് ഒരെണ്ണം ആലോചിച്ച് തുടങ്ങാം. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ്, നല്ലൊരു ആലോചനയാണ്, ആയിക്കോട്ടെ. വീട്ടിലാണെങ്കിൽ വേണ്ട സ്ഥലമുണ്ട്. ഫാദറാണെങ്കിൽ കട്ടിൽ പണിതപ്പോൾ വലുതാണ് പണിത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ കിടക്കാൻ എനിക്ക് പേടിയായി തുടങ്ങിയപ്പോൾ. അങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കാം. ആദ്യം തന്നെ പത്രത്തിൽ പരസ്യം കൊടുത്തു. സുമുഖനും സൽസ്വഭാവിയും ബിസിനസ്സുകാരനുമായ ഒരു പയ്യന് വധുവിനെ ആവശ്യമുണ്ട്. പരസ്യം പത്രത്തിൽ വന്നു. ഒരനക്കവും ഇല്ല. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു അയൽവാസി ഒരു പയ്യൻ പറഞ്ഞു, മമ്മിയോട് വന്നിച്ച് പറഞ്ഞു, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഒരു കല്യാണ ആലോചന നടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ചേട്ടന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം മമ്മി ആലോചിച്ചപ്പോൾ ശരിയാണ്, കുഴപ്പമില്ല, ടീച്ചറല്ലേ. അങ്ങനെ ഇന്നേ വരെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാം. അപ്പം ഞാൻ പെണ്ണ് കാണാൻ പോയി. അവിടെ ചെന്നു, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, വീട്ടുകാരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. എല്ലാവരും ഒക്കെ ഒന്ന് കൂട്ടി ആലോചിച്ചു, എന്നാൽ നടത്തിയേക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ പയ്യനോട് തന്നെ പറയാമെന്ന് വിചാരിച്ച് എൻ്റെ ഫാദർ ഈ പയ്യനെ ഒന്ന് വിളിച്ചു. അപ്പോൾ പയ്യൻ പറഞ്ഞു, അങ്കിളെ, അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പെണ്ണ് കൂടെ പഠിപ്പിച്ച സാറിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, തീൻ തരികടന്നു. അപ്പോൾ ആദ്യത്തെ പെണ്ണ് കാണൽ ഗോവിന്ദ. അപ്പോൾ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, തളരുത് രാമൻകുട്ടി, തളരരുത്, മുമ്പോട്ട് പോകണം. ഞാൻ മുമ്പോട്ട് പോയി. ഒരു 1-2 മാസത്തിന് ശേഷം രണ്ടാമത്തെ, നിങ്ങൾ ബോറടിക്കണ്ടോ, ഞാൻ ചുരുക്കാട്ടോ, കുഴപ്പമില്ല, മറ്റേ ഞാൻ സമയത്ത് തീർത്തോട്ടെ, പേടിക്കണ്ട, സമയം കൂടൂല. രണ്ടാമത്തെ പെണ്ണ് കാണാൻ ഒരു ബന്ധു വന്ന് പറഞ്ഞു, ഒരു പെണ്ണുണ്ട്, നമുക്കൊന്ന് പോയി കാണണം. ഓ പിന്നെന്താ, പെണ്ണ് കാണലല്ലേ, പോയി ചായ കുടിക്കാം. അങ്ങനെ രണ്ടാമത്തെ പെണ്ണ് കാണാൻ വേണ്ടി അവിടെ പോയി. അവിടെ ചെന്നു, പെണ്ണിനെയൊക്കെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, നടത്തിയേക്കാം എന്നുള്ള വീട്ടുകാരുടെ ഒരു ആലോചനയായി. തിരിച്ചു വന്നു. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വെച്ചാൽ എൻ്റെ പിതാവ് നമ്മുടെ ബന്ധുവിനെ വിളിച്ചപ്പം ബന്ധു പറഞ്ഞു, അതെ ചാച്ച, ഒന്നും തോന്നരുത്, ആ പെങ്കൊച്ച് കൂടെ ജോലി ചെയ്യണ വേറെ ആളെ രജിസ്റ്റർ വിവാഹം ചെയ്തു. മാനസമൈനേ വരൂ. വീടൊരു ശവപ്പറമ്പ് പോലെയായിരുന്നു അന്നത്തെ ദിവസം. അപ്പം എൻ്റെ മാതാവ് വിചാരിച്ചു, എൻ്റെ മോന് പെണ്ണ് കിട്ടാതെ ആയിപ്പോവും എന്ന് വെച്ച് മാതാവ് നേരാക്കി തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, വരട്ടെ, വെയിറ്റ് ചെയ്യ്. ഞാൻ അന്ന് പോയിട്ട് എൻ്റെ ബെഡ്റൂമിൽ കയറി വാതിലടച്ചിട്ട് ഞാൻ ആ കണ്ണാടിയൊക്കെ ശരിക്കും തുടച്ചു. അപ്പോൾ എന്തോ ഒരു പന്തികളി എനിക്ക് തോന്നി, ഈ 2 പേര് ഇങ്ങനെ ആയല്ലോ. അപ്പോൾ കണ്ണാടിയൊക്കെ ശരിക്കും തുടച്ചിട്ട് മുഖം നോക്കിയപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഞെട്ടിപ്പോയി. ഒരു കാട്ടുമാക്കാൻ്റെ പടമാണ് ഞാൻ ആ കണ്ണാടി കണ്ടത്. എങ്ങനെ പെണ്ണിങ്ങനെ ഒളിച്ചോടി പോകാതിരിക്കണേ. ഇപ്പോൾ ഇവിടെ വന്ന് ഈ മഞ്ഞൻ തണുപ്പൊക്കെ കൊണ്ട് എനിക്ക് ഇച്ചിരി നിറമൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് എന്നെ കണ്ടവർ പറയണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നടപടിയാവുന്ന കാര്യമല്ല, എന്തായാലും പെണ്ണ് കെട്ടൽ നടക്കൂല. അപ്പോൾ ആ മോഹനെ പതുക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ച് ഇരിക്കുന്ന സമയത്താണ് പറയണത്, പിന്നെ അങ്കമാലി LF വർക്ക് ചെയ്യേണ്ട ഒരു നേഴ്സ് കൊച്ചുണ്ട്. എന്താ ലണ്ടനായി 1 പിഴച്ച 3 എന്നാണല്ലോ പഴയ കാർന്നമാർ പറയണേ. അപ്പം അങ്ങനെ അച്ഛാ ബോറടിക്കണില്ലല്ലോ അല്ലേ, സോറി കേട്ടോ, എന്നാൽ ഇതും കൂടി പോയി ഒന്ന് കണ്ടേക്കാം, എന്നിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ആ കുളിച്ച് കുട്ടപ്പൻ, നമ്മുടെ സുന്ദരനാണല്ലോ, കുളിച്ച് കുട്ടപ്പനായി പെണ്ണ് കാണാൻ പോകാനായിട്ട് റെഡിയായി LF ചെന്നു. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഉണ്ട് വെളുത്ത സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത ഒരു മാലാക കൊച്ച്. ഞാൻ ചെന്നപ്പോൾ ഈ കൊച്ച് ഇങ്ങനെ ഒരു ഭിത്തി പിടിച്ച് നിൽക്കുകയാണ്, ഇങ്ങനെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. എന്നെ കണ്ടു, ഇങ്ങനെ കൊച്ചിങ്ങനെ നിലത്തിങ്ങനെ കാര്യം കൊണ്ട് കളമൊക്കെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാനും കണ്ടു, ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്നാൽ തിരിച്ചു പോകുന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ കാലത്ത് എനിക്കൊരു ഫോൺ അജി അല്ലേ? അതെ, ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഡയറക്ടർ അച്ഛനാ. ഓ, എന്താണാവോ?
നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നോ? ഊവാച്ചോ. ആ, നിങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ വീട്ടിൽ വെച്ച് നടത്തിയാൽ പോരെ? അല്ല, എന്താ പ്രശ്നം? എന്താ? ആ പെങ്കൊച്ച് ആ ചാരി എന്ന ഭിത്തിയുടെ സിമെൻറ്റ് മുഴുവൻ മാന്തി പൊളിച്ചു. ഇത് ആര് ശരിയാക്കുന്ന വിചാരിച്ച? അച്ഛൻ ഞാനത് ശരിയാക്കിച്ചോളാം. ഒരു 1/2 കിലോ സിമെൻറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. 1/2 കിലോ സിമെൻറ്റോ? 1 ചാക്ക് സിമെൻറ്റ് വേണം. എന്തായാലും ശരി, ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചു. അവസാനം കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പ് എനിക്ക് അപ്പോഴും ഒരു സംശയമുണ്ട്. വെച്ചാൽ ഈ പെങ്കൊച്ചിന് കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു സാധനത്തിനെ കെട്ടാൻ ഈ മാലാക പോലത്തെ ഒരു കൊച്ചു സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ എനിവേ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെങ്കൊച്ചോട് ചോദിച്ചേ, അല്ല മോളെ, ഞാൻ സത്യം പറയണം, ഞങ്ങളെ ഈ മധുവിധു സമയമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ ഈ ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടതാണോ? അയച്ചേട്ടൻ ആ മുണ്ടുടുത്ത് വന്ന് നിൽക്കണ ആ സീൻ എനിക്കിപ്പോഴും മറക്കാൻ പറ്റണില്ല. കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ മുണ്ടുടുത്ത ഭയങ്കര ഭംഗിയാന്ന് പല പെൺപിള്ളേരും പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുണ്ടുടുത്ത് തന്നെ കാണാൻ ഭയങ്കര ഗ്ലാമർ. എനിക്കറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. അങ്ങനെ സംഭവം എന്താ പറയണേ, കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മധുവിധിയൊക്കെ കഴിഞ്ഞു. ഭയങ്കര സ്നേഹമുണ്ട് ഭാര്യയോട് എനിക്ക്. അപ്പോൾ ഈ നമ്മൾക്ക് ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ് എന്നുള്ളത് നാട്ടുകാരെ ഒന്ന് അറിയിക്കണമല്ലോ. നാട്ടുകാരെ അറിഞ്ഞാൽ നാളെ ഒരു അടി ഉണ്ടായാലും സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞ ഒരു അവസരം, നല്ല അടിപൊളി അവസരം. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഭാഗത്ത് ഹൗസിംഗ് കോളനിക്ക് ഒരു പേരിടണം. നമ്മളോടെ കളി. അവർ പറഞ്ഞ കാശ് കൊടുത്ത് ഞാൻ ആ പേരങ്ങോട്ട് മേടിച്ചു. എന്താണെന്നറിയാമോ? പ്രിയാനഗർ. അവിടെ ഓരോരുത്തർ ഇപ്പം നോക്കി തുടങ്ങി അവരവരുടെ ഹൗസിംഗ് കോളനിയുടെ പേര് മാറ്റാനായിട്ട്. നടക്കൂല കേട്ടോ, അതൊന്നും നടപടിയാണ്, കാര്യമല്ല. ഇത് എന്താ പറയുക, നമ്മുടെ ഈ എന്താ പറയുക മീൻകറിയും കപ്പയും പോലെയാണ് പ്രിയാനഗർ എന്ന് പറഞ്ഞാൽ. അത് കേൾക്കുമ്പോൾ ഒരു അഴകില്ലേ, ഒരു പ്രത്യേകതയില്ലേ? നിങ്ങൾ ആള് പാവാണ് കേട്ടോ, കാണാൻ ഇച്ചിരി സൗന്ദര്യം ഉണ്ടെന്നുള്ളൂ, വളരെ പാവാ. അപ്പോൾ അങ്ങനെ പ്രിയാനഗരത്തൊക്കെ പേരൊക്കെ ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വർഷം മുമ്പ് വെക്കേഷൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് വീട്ടിൽ വന്നു. ഇച്ചിരി വർഷങ്ങളായിട്ടുള്ളൊരു സുഹൃത്താണ്. പുള്ളി വീട്ടിൽ വന്നു, പുള്ളിയും കുടുംബം വീട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, അല്ല ചേട്ടാ, എന്താണ് ഈ പ്രിയാനഗർ എന്നുള്ള പേരിടാൻ കാരണം? ഞാനപ്പോൾ കാര്യമൊക്കെ വിശദീകരിച്ചു. ഇങ്ങനെ എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ്. അന്ന് വീട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, നമ്മുടെ ഹൗസിംഗ് കോളനിയുടെ പേരും മാറ്റണം. അവരുടെ ഹൗസിംഗ് കോളനിയുടെ പേര് കീർത്തി നഗർ എന്നാണ്. ഈ പുള്ളിക്കാരത്തിയുടെ പേര് താത്തടിക്കുട്ടി എന്നാണ്. പുള്ളി ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ FD ഇട്ടേക്കാണ്. എന്തെങ്കിലും ഹൗസിംഗ് കോളനിക്കാരുടെ മനസ്സ് മാറുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ പറയും, ഓ എൻ്റെ കൂട്ടുകാരാ, എന്നാലും നീ എന്നോടത് വേണ്ടായിരുന്നു. അതിന് പുള്ളിയുടെ അവസ്ഥ. എങ്ങനെയായാലും ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹവല്ലരി പൂത്ത് ഉലഞ്ഞ് കാച്ച്, ഒന്ന് പെണ്ണിൻ്റെ രൂപത്തിലും ഒന്ന് ആണിൻ്റെ രൂപത്തിലും വളരെ സന്തുഷ്ടമായ കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകണം. ഞാൻ ഈ ഉദ്യമത്തിന് തിരക്കഥ എഴുതിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇങ്ങനെയാണ് ഈ തിരക്കഥകൃത്തുകളൊക്കെ ഉണ്ടാവണമെന്നുള്ളത്. അപ്പം ഞാൻ ഈ തിരക്കഥ നിങ്ങളുടെ മുമ്പേ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. എന്നോട് 1-2 സംവിധായകർ ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് വേണം ഞാൻ അവർക്ക് ഇതിൻ്റെ ഡേറ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പം നിങ്ങൾ നല്ലൊരു അഭിപ്രായം പറയുവാണെങ്കിൽ ഞാൻ അവർക്ക് ഈ ഡേറ്റും കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും എന്നെ ഇത്ര നേരം സഹിച്ച് ഞാൻ പറഞ്ഞ വളിപ്പുകളെല്ലാം കേട്ട് നിങ്ങൾ ചായ കുടിക്കുകയാണ്. ചായയുടെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ കല്ലായിട്ട് കൂട്ടിയാൽ മതി. ഇരുന്ന എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. എൻ്റെ ഈ ഒരു ചെറിയ ഒരു കഥ നമ്മുടെ മലയാളത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത അതുല്യ പ്രതിഭയായ ദിവംഗതനായ ശ്രീനിവാസൻ്റെ കാലുകളിൽ സമർപ്പിക്കും. നന്ദി, നമസ്കാരം.